നമ്മുടെയൊക്കെ മക്കൾ ഭാവിയിൽ നമ്മളെ പൊന്നുപോലെ നോക്കും എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പലപ്പോഴും ഇത്തരത്തിലുള്ള വൃദ്ധസദനങ്ങൾക്ക് എതിരായിട്ടും അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള മാതാപിതാക്കൾ നോക്കുന്നതാണ് നിങ്ങളുടെ കടമ എന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ട് ഇങ്ങനെ തള്ളിയിടുന്ന പരിപാടികളിൽ ഏർപ്പെടുന്നതുമൊക്കെ നമുക്കറിയില്ല. നമ്മളുടെ മക്കൾ നമ്മളെ നല്ല രീതിയിൽ നോക്കുകയില്ലയോ എന്നുള്ളത് അറിയില്ല. നമസ്കാരം. എൻ്റെയൊക്കെ ബാല്യകാലത്ത് ക്രിസ്മസ് സമയത്ത് നാട്ടിലെ എല്ലാ വീടുകളിൽ കൂടെയും അർദ്ധരാത്രിയിൽ കരോളുമായിട്ട് പോകുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. പാട്ടൊക്കെ പാടി ഇങ്ങനെ അടിപൊളിയായിട്ട് പോകും. അന്ന് നാട്ടിൽ ഇഷ്ടംപോലെ യുവജനങ്ങളുണ്ട്. ഇന്നത്രയധികം യുവജനങ്ങളില്ല. നാട്ടിൽ പോയി കഴിഞ്ഞാൽ തീരെ പിള്ളേർ സെറ്റിനെ കാണാനായിട്ട് സാധിക്കത്തില്ല. എൻ്റെയൊക്കെ ബാല്യകാലത്ത് ഇഷ്ടംപോലെ ചേട്ടന്മാർ, ചേട്ടായിമാരെന്ന് ഞങ്ങൾ വിളിക്കുന്ന ആളുകൾ ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ എല്ലാത്തിനും ഇങ്ങനെ നേതൃത്വം കൊടുത്ത് നമ്മുടെ കൂടെ ഉണ്ടാവും. അവരുടെ കൂടെ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര രസമാണ്. അന്ന് കരോളിന് പാട്ടാണ് മുന്നിൽ നിൽക്കുന്നത്. ആ ഒരു പുസ്തകം വാങ്ങിച്ചിട്ട് നമ്മൾ തന്നെ റീമിക്സ് ചെയ്യുന്ന പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ വാദ്യമേളങ്ങളുടെ അകമ്പടി കുറവാണ്, കൂടുതലും പാട്ടാണ് മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ ഈ ഡോൽ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഇപ്പം മറ്റേ ഉദ്ഘാടനത്തിനൊക്കെ കൂട്ടുന്നത്, ആ ഒരു സാധനം വന്നേ പിന്നെ ഈ പാട്ട് കേൾക്കാനില്ല, ഇതിൻ്റെ ഒച്ച മാത്രമേ ഉള്ളൂ. ഇത് ഞാനിവിടെ പറഞ്ഞ എന്തിനാണെന്നറിയോ? ഈ ഒരു വീഡിയോയുടെ ഇടയിൽ ആ ഒരു സൗണ്ടുകൾ കാര്യമായിട്ട് തന്നെ വരാൻ സാധ്യതയുണ്ട്. ചുറ്റിനും നല്ല ബഹളം നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് എനിക്കറിയില്ല. നിങ്ങൾക്കതൊരു ബുദ്ധിമുട്ടായി തോന്നരുത് എന്നുള്ളത് കൊണ്ടാണ്, അത് ആളുകളുടെ സന്തോഷ പ്രകടനവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. പക്ഷേ അതിനകത്തൊരു പോയിന്റ് ഉണ്ട്. നാട്ടിൽ യുവജനങ്ങളുടെ എണ്ണം കുറയുന്നുണ്ട്, എന്നാൽ അവരുടെയൊക്കെ മാതാപിതാക്കൾ നാട്ടിലുണ്ട്. ഇന്നലെ കൊല്ലത്ത് നിന്ന് ഒരു വാർത്ത കേട്ടിരുന്നു. അതിവൈകാരികമായിട്ട് നമ്മൾ സമീപിച്ച ഇന്നലത്തെ വിഷയങ്ങളിൽ ഒന്ന്. എല്ലാ ദിവസവും അതിവൈകാരികമായിട്ട് സമീപിക്കാൻ ഇഷ്ടംപോലെ വിഷയങ്ങൾ ഈ ഒരു നാട്ടിലുണ്ടല്ലോ. പ്രായമായിട്ടുള്ള ഒരു അമ്മയെ മർദ്ദിക്കുന്ന ഒരു സ്ത്രീയുടെ വീഡിയോ കണ്ടു. ആ ഒരു സ്ത്രീയുടെ മക്കളടക്കം ആ ഒരു പ്രായമായിട്ടുള്ള അമ്മയോട് പെരുമാറുന്നത് ആ ഒരു വീഡിയോയിൽ കാണാനായിട്ട് സാധിച്ചു. ആ ഒരു വീഡിയോ ഒന്നും ഞാൻ ആഡ് ചെയ്യുന്നില്ല, അതൊന്നും കണ്ടു നിൽക്കാൻ പറ്റില്ല. ചാനലിൽ ആ ഒരു വാർത്ത ഇങ്ങനെ അവർ പറയുന്നതിൻ്റെ ഇടയിൽ സൈഡിൽ ഇങ്ങനെ വീണ്ടും അമ്മ ഇങ്ങനെ തള്ളുന്ന വീഡിയോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഒട്ടും അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല. ടീച്ചറായിട്ടുള്ളൊരു സ്ത്രീ എന്നൊക്കെ വളരെ അത്ഭുതത്തോടെ ആളുകൾ ഇങ്ങനെ കമൻറ്റ് ചെയ്തേക്കുന്നുണ്ട്. എന്താ ടീച്ചർമാർക്ക് ക്രൂരന്മാരാവാൻ പറ്റില്ലേ? ഇവിടെയുള്ള ഒരു വലിയ കൂട്ടം ആളുകൾ, യൂത്ത് കൊണപ്പെടാതെ പോകുന്നത് ഇവിടെയുള്ള ടീച്ചേഴ്സിൻ്റെ വർക്ക് കാരണമാണ്. അപ്പോൾ അതുകൊണ്ട് ടീച്ചർമാർ ഇങ്ങനെ കാണിക്കൂ എന്ന് ചോദിക്കരുത്. ടീച്ചർമാർ നല്ല ടോക്സിക് ആയിട്ട് തന്നെയാണ് സൊസൈറ്റിയിൽ പലപ്പോഴും നിൽക്കുന്നത്, എസ്പെഷ്യലി ഇന്ത്യൻ സൊസൈറ്റിയിൽ. അവരാണ് സദാചാര കുരുക്കളുടെ അങ്ങേറ്റവും ഏറ്റവും മോശമായിട്ടുള്ള ഈ മൊറാലിറ്റി ക്ലാസ്സുകൾ എടുക്കുന്നതും അവർ തന്നെയാണ്. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ പ്രായമായിട്ടുള്ള അമ്മമാർ ഇതുപോലെ വീടുകളിൽ അക്രമം നേരിടുന്നുണ്ട്. കൊല്ലം എന്ന് പറയുന്നത് ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമല്ല. കേരളത്തിൽ ഒരു വലിയ ശതമാനം വയോജനങ്ങൾ ഇത്തരത്തിൽ വീട്ടിലെ മോശമായിട്ടുള്ള സാഹചര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. കേരളത്തിന് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്, കേരളത്തിൻ്റെ ആയുർദൈർഘ്യം കൂടുതലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ള അല്ലെങ്കിൽ ആയുസ്സുള്ള ആളുകൾ ജീവിക്കുന്ന സ്ഥലം കേരളമാണ്. 75 വയസ്സ് വരെയൊക്കെ ജീവിക്കുന്ന ആളുകൾ കോമൺ ആയിട്ട് ഇവിടെ ഉണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെയൊക്കെ ജനറേഷൻ വരുന്ന സമയത്ത് എങ്ങനെയാവും എന്നുള്ളത് എനിക്കറിയില്ല. നമ്മൾ കാര്യമായിട്ട് തന്നെ പ്രയത്നിക്കുന്നുണ്ടല്ലോ. ഓരോ തവണ സ്വിഗ്ഗിയിൽ നിന്ന് നമ്മൾ ഓരോന്ന് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിക്കും, ആയുസ്സിൽ നിന്ന് മണിക്കൂറുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്. അത്ര തീവ്രമായിട്ടുള്ളൊരു പരിശ്രമം നമുക്കുള്ളതുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള സ്റ്റേറ്റുകളിലൊപ്പം തന്നെ സമമായിട്ട് പോകാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഈ ആയുർദൈർഘ്യം കൂടുന്നത് വലിയ പോസിറ്റീവായിട്ട് പറയാമെന്നുണ്ടെങ്കിലും നിലവിലത്തെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ആയുർദൈർഘ്യം കൂടുമ്പോൾ ആ ഒരു വയോജനങ്ങളെ സംരക്ഷിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ കൂടെ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടതുണ്ട്. നമ്മുടെ സൊസൈറ്റിയുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു സൈക്കിളുണ്ട്. ആ ഒരു സൈക്കിളിനനുസരിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ഒരു സൈക്കിളിനനുസരിച്ചിട്ട് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ശരിക്കും ആളുകളുടെ മുഖത്തുള്ള ആ ഒരു ചിരി മാറുന്ന ചില സെറ്റപ്പ് ഉണ്ട്. ഇത് ഈ കഴിഞ്ഞ കുറേ കാലങ്ങൾക്കിടയിൽ രൂപപ്പെട്ടു വന്ന ഒരു സംഗതിയാണ്. നമ്മൾ ഈ ഇക്വാലിറ്റി, തുല്യതയൊക്കെ വരുന്ന സമയത്ത് ഈ ജെൻഡർ റോളൊക്കെ നമ്മൾ എടുത്തു മാറ്റി എല്ലാവർക്കും അവരുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്ന സമയത്ത്, വിദ്യാഭ്യാസം തുല്യമായിട്ട് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഈക്വലാവും. പണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോൾ എടുത്ത് വീട്ടിൽ പെറ്റുകൂട്ടാനായിട്ട് ഒരു സ്ത്രീ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിൽ ദമ്പതികൾക്ക് ഇഷ്ടം പോലെ മക്കളാണ്. അങ്ങനെ ഇഷ്ടം പോലെ മക്കൾ വരുന്ന സമയത്ത് മാതാപിതാക്കൾ പണ്ടൊക്കെ ചിന്തിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ കോട്ടയം മേഖലയിലൊക്കെ ആ ഒരു മേഖലയായിട്ട് പരിചയമുള്ളതുകൊണ്ട് പറയാണ്, പണ്ട് മക്കൾ ഒരു 5-6 എണ്ണമൊക്കെ വരുന്ന സമയത്ത് പല ആൾക്കാരും ഇങ്ങനെ അതിനെ ഡിവൈഡ് ചെയ്യും. ഒരെണ്ണത്തിനെ കന്യാസ്ത്രീയാക്കാം, ക്രിസ്ത്യൻ കുടുംബങ്ങളിലൊക്കെ ഒരെണ്ണത്തിനെ കന്യാസ്ത്രീയാക്കാം, ഒരെണ്ണത്തിനെ അച്ഛനാക്കാം. അതിനകത്ത് ബ്രില്യൻ്റ് എന്ന് അവർക്ക് തോന്നുന്ന 1-2 ആൾക്കാരെ പഠിപ്പിക്കും, ബാക്കിയുള്ള ആൾക്കാരുടെ പഠിപ്പ് നിർത്തിയിട്ട് ഇവരെ അങ്ങ് പഠിപ്പിക്കും. അങ്ങനെ അവർ രണ്ടുപേരും വിദേശത്തോട്ട് പോകുന്നു, അവരിങ്ങനെ ഫണ്ട് ഇട്ട് കൊടുക്കുന്നു. അങ്ങനെ ആ ഒരു കുടുംബം ഇങ്ങനെ മാനേജ് ചെയ്തു പോകുന്നു. അതിൽ വീട്ടിൽ അച്ഛനും അമ്മയും നോക്കി നിൽക്കാനായിട്ട് ബാക്കിയുള്ള മക്കളെല്ലാം കൂടെ സ്പോൺസർ ചെയ്തിട്ടുള്ള ഒരു ചങ്ങായി അവിടെ ഉണ്ടാവും. അങ്ങനെയുള്ള ഇഷ്ടം പോലെ ആൾക്കാർ ആ ഒരു മേഖലകളിലൊക്കെ ഉണ്ട്. 5-6 മക്കളുള്ളതുകൊണ്ട് ബാക്കിയുള്ള ആളുകളെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതുകൊണ്ട് വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തി അവിടെ തന്നെ നിന്ന് മാതാപിതാക്കളെയൊക്കെ നോക്കി കുടുംബം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോകുന്നു. ഈ ഒരു സാഹചര്യം ഇനിയത്തെ കാലത്ത് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയില്ല. ഇപ്പോൾ എല്ലാം അണുകുടുംബങ്ങളായിട്ട് മാറുന്നു. അതേപോലെ നമ്മുടെയൊക്കെ പ്രായവും വിദ്യാഭ്യാസം ജോലിയൊക്കെ തമ്മിൽ വലിയ അന്തരമാണ്.
30-31 വയസ്സൊക്കെ ആവുന്ന സമയത്താണ് ഈ IT ഫീൽഡിലൊക്കെ ഉള്ള അല്ലെങ്കിൽ ഇന്നത്തെ കാലത്തെ വൈറ്റ് കോളർ ജോലികളുള്ള ഏതൊരാളും ഒന്ന് സെറ്റിൽ ആവുന്നത്. അപ്പോൾ 30 വയസ്സൊക്കെ കഴിഞ്ഞിട്ടാണ് പലപ്പോഴും കുട്ടി എന്ന് പറയുന്ന ഒരു ആഗ്രഹത്തിലേക്ക് പല ആളുകളും വരുന്നത്. ഇപ്പോൾ എൻ്റെ പേഴ്സണൽ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ കുട്ടിയില്ലല്ലോ. ഇപ്പോൾ 32-ൽ ഞാനൊരു കുട്ടി എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 25 വയസ്സ് വരെയൊക്കെ ഒന്ന് സ്വന്തം കാലം നിൽക്കാനായിട്ടുള്ള ഒരു സാവകാശം ഇന്നത്തെ കാലത്ത് കൊടുക്കേണ്ടി വരും. കാരണം അതാണ് എക്കോണമി. ആ ഒരു സമയം വരെ നമ്മൾ പണിയെടുക്കേണ്ടി വരും. കാരണം അയാളെ സപ്പോർട്ട് ചെയ്യേണ്ടി വരും. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും നമ്മൾ സപ്പോർട്ട് ചെയ്യണമല്ലോ. ഏകദേശം 55-56 വയസ്സോളവും. അപ്പോൾ ആ ഒരു വ്യക്തി നമ്മളെപ്പോലെ തന്നെ സെറ്റിൽ ആവാനായിട്ട് വളരെ ഡിലേ ആവുന്ന ഒരു വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേരൻ്റ് എന്ന് പറയുന്നത് 60 വയസ്സാവും അദ്ദേഹത്തിന് ഒരു നില എത്തുന്ന സമയത്ത്. അയാൾക്ക് നമ്മളെ ഈ വീട്ടിലിരുന്ന് നോക്കാനായിട്ടുള്ള ഒരു സാവകാശം ആ ഒരു പ്രായത്തിൽ കിട്ടുമോ? 25-30 വയസ്സ് 32 വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കണമെന്ന് നമ്മൾ ഏറ്റവും ആഗ്രഹിക്കുന്ന ഒരു സമയമാണ്. ഞാൻ പറഞ്ഞ ആ ഒരു കണക്ക് വെച്ചാണെന്നുണ്ടെങ്കിൽ 55-60 അടുത്ത് നിൽക്കുന്ന 75 ആണല്ലോ നമ്മുടെ ദൈർഘ്യം എന്ന് പറയുന്നത്. 60 അടുത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയെ ശുശ്രൂഷിക്കാൻ വേണ്ടി അവർക്ക് വീട്ടിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റുമോ? സ്പെൻഡ് ചെയ്താലും അത് അത്ര രസകരമായിട്ടുള്ള ഒരു സംഗതിയാണോ? അത്ര രസകരമായിട്ടുള്ള സംഗതി ആവാനായിട്ടുള്ള സാധ്യതയില്ല. പക്ഷേ അങ്ങനെ ഒരു സൈക്കിളിൽ കൂടെയാണ് ഇവിടെയുള്ള ഒരു വലിയ ഭൂരിപക്ഷം ആളുകൾ മുന്നോട്ടേക്ക് പോകുന്നത്. മക്കൾക്ക് തങ്ങളുടെ സ്വത്തും തങ്ങളുടെ ആയുസ്സും എല്ലാം കൊടുത്തു. 32 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സിൽ അല്ലെങ്കിൽ 25 വയസ്സിൽ ഒരു കുട്ടി ഉണ്ടാവുന്നു. പിന്നീട് പണിയെടുക്കുന്നത് മുഴുവൻ ഇവൻ്റെ വിദ്യാഭ്യാസം ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. മിഡിൽ ക്ലാസ് ട്രാപ്പ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. നമ്മളുടെ കുട്ടിക്ക് ഏറ്റവും മികച്ചത് കിട്ടണമെന്ന് വിചാരിച്ചിട്ട് സാധാരണക്കാരായിട്ടുള്ള വേതനമുള്ള ആളുകളും വലിയ ഭീമമായിട്ടുള്ള ലോണും തുകയുമൊക്കെ എടുത്തിട്ട് മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി പണം മുടക്കി വിദേശത്തോട്ടൊക്കെ അയച്ച് അവർ ലിറ്ററലി ഒന്നുമില്ലാത്തവരായി പോകും. അവർ ആക്ച്വലി ഈ ഒരു പണം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് വിചാരിക്കുന്ന കുറച്ച് പേരെങ്കിലും, എനിക്കൊന്ന് ഭൂരിപക്ഷം പേരെങ്കിലും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, മക്കളെ ഒന്ന് സെറ്റപ്പ് ആക്കി കഴിഞ്ഞാൽ അവർ നോക്കിക്കോളൂല്ലോ എന്നുള്ളത്. അവർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബാക്കിയുള്ള ബിരുദ കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ശരിക്കും വയ്യാതെ ഒന്നാവുന്ന സമയത്ത്, പ്രായാധിക്യം വരുന്ന സമയത്തും അവനൊന്നും സെറ്റിലായിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ അവൾ സെറ്റിലായിട്ടുണ്ടാവില്ല. പക്ഷേ ആ ഒരു സമയത്ത് മാതാപിതാക്കളെ നോക്കാനായിട്ട് ഇരിക്കുന്ന സമയത്ത് അവർക്കും കുട്ടികളുണ്ടാകുന്ന സമയത്ത് ആകെ വലിയൊരു സ്ട്രെസ്സിലേക്ക് മൊത്തം സംഗതികൾ പോകാൻ സാധ്യതയുണ്ട്. ഇവിടെ ആകെ മൊത്തത്തിൽ കിളി അങ്ങോട്ട് പറക്കും കുറേയധികം ആൾക്കാരുടെ. അപ്പോൾ ഈ ഒരു കിളി പറക്കുന്ന സിറ്റുവേഷനിലാണ് ഈ വീട്ടിൽ പീഡനം കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു സൊല്യൂഷനുണ്ട്. നമ്മുടെ നാട്ടിലുള്ള വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക. വയോജനങ്ങൾക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഗവൺമെൻറ് ആണോ മെച്ചപ്പെടുത്തേണ്ടത്? അല്ല, വയോജനങ്ങളാവുന്നതിന് മുൻപ് യുവജനങ്ങൾ മുൻകൈ എടുത്തിട്ടാണ് മെച്ചപ്പെടുത്തേണ്ടത്. അതെങ്ങനെയാണ്? നമ്മൾ ഈ കുട്ടികളെ നോക്കുന്ന സമയത്തും ബാക്കി ലൈഫ് സ്റ്റൈല് വീട്ടിലുള്ള അടുത്തെല്ലാം ഫണ്ട് ഇറക്കുന്ന സമയത്തും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. റിട്ടയർമെൻറ്റ് പ്ലാന്, പെൻഷൻ പ്ലാന്, ഇപ്പോൾ ജോബ് സെക്യൂരിറ്റി ഇല്ലാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പെൻഷൻ പ്ലാന്, അങ്ങനെയുള്ളതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ റിട്ടയർമെൻറ്റ് ഹോമുകൾ പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഈ യുവജനങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇനീഷ്യേറ്റീവ് എടുക്കുക. അങ്ങനെയുള്ള ഇഷ്ടംപോലെ സെറ്റപ്പുകളുണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ ബുദ്ധിമുട്ടിക്കാതെ നമ്മൾക്ക് നമ്മളുടെ ആ ഒരു 55 വയസ്സിന് ശേഷമുള്ള ഒരു സമയം അതുപോലെയുള്ള ഏതെങ്കിലും സ്ഥലത്ത് സ്പെൻഡ് ചെയ്യാം. അപ്പോൾ അവിടെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് കുറേയധികം ആളുകൾക്ക് തൊഴിൽ കിട്ടുകയാണ്. നമ്മുടെ ആരോഗ്യ കാര്യങ്ങൾ, ഭക്ഷണ കാര്യങ്ങൾ, ബാക്കിയുള്ള പരിപാലനങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് കുറേയധികം ആളുകൾ അവിടെ വരുന്നുണ്ട്. അവർക്കതൊരു ജോലി ആയതുകൊണ്ടും അതിനവർക്ക് വേതനം കിട്ടുന്നതുകൊണ്ടും അവർക്ക് അത് കഴിഞ്ഞിട്ട് ജോലി കഴിഞ്ഞ് വീട്ടിൽ പോകാനായിട്ടുള്ള സാഹചര്യം ഉള്ളതുകൊണ്ടും പിന്നീട് ഒരു ലൈഫ് ഉള്ളതുകൊണ്ടും അവർ ഈ പറയുന്ന കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയുണ്ട്. നമ്മുടെ നാട്ടിലെ ഒരു വലിയ കൂട്ടം ആളുകൾ, യുവജനങ്ങൾ വിദേശത്തോട്ടൊക്കെ പോകുന്ന സമയത്ത് ഏറ്റവും സെക്യൂർ ആയിട്ട് അവർ ജോലി കണ്ടെത്തുന്ന എവിടെയാണ്? കെയർ ഹോമുകളിലാണ്. അവിടേക്ക് പോയിട്ട് നമ്മുടെ നാട്ടിലെ പോലെ ഉപദ്രവിക്കാനൊക്കെ പറ്റുമോ? ഇല്ല. അതിനൊക്കെ ഒരു സിസ്റ്റം ഉണ്ട്. അതുകൊണ്ട് വളരെ മാന്യമായിട്ട് അവിടെ പോയി പ്രായമായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് പണം സമ്പാദിക്കുന്നു. അങ്ങനെ പണം സമ്പാദിക്കാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഒരുക്കുക. അപ്പോൾ ആർക്കും ബുദ്ധിമുട്ടാവാതെ ഇവിടെയുള്ള വയോജനങ്ങൾക്ക് അന്തസ്സായിട്ട് ജീവിക്കാം. അപ്പോൾ മക്കൾക്ക് ആകെയുള്ളൊരു പരിപാടിയേ ഉള്ളൂ, ഇവർക്ക് ഈ കെയർ ഹോമുകളിൽ നല്ല പരിചരണം കിട്ടുമോ എന്നുള്ളത് ക്യാമറയൊക്കെ നോക്കിയിട്ടൊന്ന് ഉറപ്പ് വരുത്തുക. അപ്പോൾ ക്യാമറ ഇല്ലാത്തടത്താണെങ്കിലും പോയി ഉറപ്പ് വരുത്തുക. അപ്പോൾ ഈ പ്രശ്നമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഈ വലിയ പ്രശ്നമില്ല. ഇവിടെ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നത് സൊസൈറ്റിയിൽ പ്രഷർ കൊണ്ടാണ് പല ആൾക്കാരും മാതാപിതാക്കളെ നോക്കുന്നത്. അങ്ങനെ ആൾക്കാരുടെ പ്രഷർ കൊണ്ട്, എക്സ്റ്റേണൽ പ്രഷർ കൊണ്ട് നമ്മൾ വയോജനങ്ങളാവുന്ന സമയത്ത് നമ്മളെ നോക്കേണ്ട ഒരവസ്ഥ നമ്മുടെ വീട്ടിലുണ്ട് എന്നുണ്ടെങ്കിൽ അത്ര സുഖകരമായിട്ടുള്ളൊരവസ്ഥ ആയിരിക്കില്ല. നമ്മളെ പ്ലേസ് ചെയ്തിട്ട് ഇതിനെക്കുറിച്ചൊരു ചിന്തിച്ചാൽ മതി. അതിനോടൊപ്പം തന്നെ ഇപ്പോഴുള്ള യുവതലമുറയെങ്കിലും വയോധികരാവുന്ന സമയത്ത് വീട്ടിൽ മക്കളുടെ ചെലവിനാണ് ഞങ്ങൾ നിൽക്കുന്നത് അല്ലെങ്കിൽ മക്കളാണ് ഞങ്ങളെ നോക്കുന്നത് എന്ന് ഉറ്റം കൊണ്ട് പറയാതിരിക്കുക. അല്ലാതെ റിട്ടയർമെൻറ്റ് ഹോമുകളിൽ പോകുന്ന ആൾക്കാരെ നമ്മുടെയൊക്കെ പഴയ തലമുറ കളിയാക്കുന്നത് പോലെ അയ്യോ കൊണ്ടേ തള്ളിയില്ലേ എന്ന് ചോദിക്കാതിരിക്കുക. കാരണം അതൊക്കെ ആരോഗ്യകരമായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സൊസൈറ്റിയുടെ ലക്ഷണങ്ങളാണ്. ഇവിടെ സൊസൈറ്റിയോ പോലീസോ ബാക്കിയുള്ള എന്തെങ്കിലും സംവിധാനങ്ങളോ ഇവിടെയുള്ള നന്മ മരങ്ങളോ എല്ലാം കൂടെ ഏതെങ്കിലുമൊക്കെ വീടുകളിൽ പോയിട്ട് കഷ്ടപ്പെടുന്ന വയോജനങ്ങളെ കണ്ടെത്തി അവരുടെ മക്കളെ ഭീഷണിപ്പെടുത്തി സദാചാരം പറഞ്ഞ് അവർക്ക് നല്ല ജീവിതം ഉണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യമുണ്ടോ? ഒന്നും നടക്കില്ല.
അതുകൊണ്ട് വയോജനങ്ങൾക്ക് സപ്പോർട്ടാവുന്ന ബാക്കിയുള്ള സംവിധാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ ടി വി കാണാനായിട്ട് വന്ന അമ്മച്ചിയാണ് ഇന്നലെ അവിടെ നിന്ന് ഓടിക്കുന്നത് കണ്ടത്. അപ്പം വയോജനങ്ങൾക്ക് അവരുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ് സാധ്യതകൾ വേണം. അതൊരിക്കലും ഒരു വീട്ടിലുണ്ടാവില്ല. കുട്ടികൾ അവരുടെ രീതിക്ക് നിൽക്കുന്നു, യങ്ങായിട്ടുള്ള ആൾക്കാർ അവരുടെ ഇൻട്രസ്റ്റിലേക്ക് പോകുന്നു. വയോജനങ്ങളെന്ന് പറയുന്നത് എപ്പോഴും മാറി നിൽക്കാനായിട്ട് വിധിക്കപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ അവരുടെ പ്രയോറിറ്റീസിലേക്ക് നമ്മൾ ഇടിച്ചു കയറിയിട്ട് നമ്മളുടെ ആസ്വാദനത്തിലേക്ക് കണ്ടെത്തുന്ന സമയത്ത് അവിടേക്ക് എന്താണെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രായത്തിനനുസരിച്ചിട്ടുള്ള ആളുകളുള്ള സ്ഥലത്തേക്ക് പോവുകയാണ് ഏറ്റവും ബെറ്റർ. നമ്മളൊക്കെ അതിവൈകാരികമായിട്ട് എല്ലാ കാര്യങ്ങളെ സമീപിക്കുന്നതാണ്. നമ്മളെല്ലാം മക്കളെ വളർത്തുന്നത് നമ്മളെ നോക്കാൻ വേണ്ടിയാണ് എന്നൊക്കെ വിചാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഓക്കെ, അവർ നോക്കട്ടെ, അത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്, നോക്കട്ടെ, അതൊക്കെ വലിയ അനുഗ്രഹം എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഒരു വേടുണ്ടല്ലോ. അപ്പോൾ ആ രീതിയിലൊക്കെ കണക്കാക്കാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മളത് ഡിമാൻഡ് ചെയ്തിട്ടായിരിക്കരുത്. നമ്മളെപ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ് എന്നുള്ള രീതിയിൽ തന്നെ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുക. നമ്മൾ ഒറ്റയ്ക്കായി കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ അതനുസരിച്ചിട്ടൊക്കെ പ്ലാൻ ചെയ്യുക. അവർ നോക്കായിരിക്കുമോ, അവർ നോക്കിയാലും നമുക്ക് കുഴപ്പമില്ല, നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു സെറ്റപ്പിലേക്ക് നമ്മൾ മരിക്കുന്നത് വരെ സേഫ് ആവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ട ആൾക്കാരുടെ ഇടികൊണ്ട് ജീവിക്കേണ്ട ആവശ്യം വരില്ല. നമ്മുടെയൊക്കെ മക്കൾ മിടുക്കന്മാരായിരിക്കും, നമ്മളെ പൊന്നുപോലെ നോക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ ഈ സദാചാരം പറയുന്നതിൻ്റെ കൂടെ നമ്മൾ പോയി നിന്ന് അവർക്കുള്ള കാര്യങ്ങളൊക്കെ സെറ്റാക്കുന്നത്. നമുക്കറിയാൻ പറ്റത്തില്ല. ഈ ഒരു മനുഷ്യനെ നന്നാക്കാനോ മോശമാക്കാനായിട്ടോ ഉള്ള സ്വാധീനം ചെലുത്താനായിട്ട് പേരൻറ്റിങ്ങിന് വളരെ കുറച്ച് മാത്രമേ ഒരു റോളുള്ളൂ. അതിന് വേറെ കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. അയാൾ മോശമാകുന്നതിന് സമൂഹത്തിന് വലിയ പ്രാധാന്യമുണ്ട്, സൗഹൃദങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾ റിസ്ക് ആയിട്ടൊക്കെ നമ്മളുടെ മക്കളിലും വരാൻ സാധ്യത ഉള്ളതുകൊണ്ട് നമ്മൾ സേഫായിട്ട് മുന്നോട്ടേക്ക് പോകാനായിട്ട് ഈ ഒരു ഘട്ടത്തിൽ ആലോചിക്കുക. നന്ദി.